आज सजया वे सारा शहर, आज हो गई आवे रब दी महल। करना कभी तो मुझे नजरों से दूर, कितने चलिए तुम, कितने चलिए तुम, कितने चलिए। जानदा दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। कितने चलिए तुम, कितने चलिए तुम, कितने चलिए। ना जाओ जी मन प्रीत कराओ जी, क्यों तरसावे हो मन सकल दिखाओ जी। हरी शरारत सब जानू मैं तो हर चले उन गंगा जी में कह लगे मैं भी सवरना है, आज दिन चढ़िया तेरे नाम दा वे, दिल नहीं लगता है आके तू ले जावे। मैं तेरे इंतजार च तकदियां राह हो, कुछ भी नहीं है तेरे कदमों से आगे, कदमों से आगे, कदमों से आगे। तुझसे जो बांधे मैंने टूटेंगे ना धागे, टूटेंगे ना धागे, टूटेंगे ना धागे। ओ 16 बरस के 2 कदम चौखट के बाहर क्या गए, तेरी कुर्बानी के दिन आ गए, तेरी कुर्बानी के दिन आ गए। काटू कैसे राता हो सावरे, जिया नहीं जाता बावरे के राता। लंबे लंबे यारे कटे तेरे संगे यारे के राता लंबे लंबे। സോ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷത്തേക്ക് നമ്മളെടുത്തു. നമ്മളെല്ലാം ഏറ്റവും ഭയങ്കര ഈഗർലി കാണാൻ വെയിറ്റ് ചെയ്യുന്ന 2 പേര് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ സോ ലെറ്റ്സ് വെൽക്കം ദ ഗോർജിയസ് കപ്പിൾ ഇൻ ടു ദ സ്റ്റേജ്. जो ये बदलती ताल है बातें हमें जिंदगी एक बार क्यों
ये कैसी लड़की है, इससे मैं क्या कहूँ, ये लड़ता है, अकड़ती है, झगड़ता है, बिगड़ती है, दीवाना है, दीवानी है. But he's your best friend, yeah. but she's your best friend, yeah. शुरू करें. कब मैंने ये सोचा था, कब मैंने ये जाना था, कब मैंने ये सोचा था, कब मैंने ये जाना था. तुम इतने बदल जाओगे, तुम इतना मुझे चाहोगे, तुम इतना प्यार करोगे, तुम यूं इकरार करोगे. मेरे महबूब, मेरे महबूब, मेरे साथ Bring the drum. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അശ്വിൻ്റെയും നിഖിതയുടെയും കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പ്രമോദ്, അശ്വിൻ്റെ കസിനാണ്. എൻ്റെ പേര് ഗോപിക വിനീത്, ഞാൻ അശ്വിൻ്റെ സിസ്റ്ററാണ്. എന്തോന്നും പറയാത്ത? അല്ല, എൻ്റെ കോ ഹോസ്റ്റ് ഒരു ഗോപിക വിനീത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെയാ. ഓ, കളിക്കില്ല, മന്ദാര എന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അധികം ഡെക്കറേഷനൊക്കെ? അങ്ങനെയാണെങ്കിൽ ഉണ്ണിച്ചേട്ടൻ അത് മതി, വലിയ പ്രമോദൊന്നും വേണ്ട. അപ്പോൾ ഞാൻ അശ്വിൻ്റെ ഉണ്ണിച്ചേട്ടനാണ്. ഞാൻ അശ്വിൻ്റെ സിസ്റ്ററാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്നത്തെ പരിപാടിയിലെ നമ്മുടെ വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാം. അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അശ്വിൻ വിജയ്. ഹി കംപ്ലീറ്റഡ് ഹിസ് MS in Ortho from Chettinad Medical College. Now working as a consultant in Kalamassery Medical College. ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഡോക്ടറാണ് അശ്വിൻ. അശ്വിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ചെയ്യാണ് ഡോക്ടർ നിഖിത. നിഖിത completed MBBS from Vaidehi Medical College, Bangalore, and currently pursuing PG in MD Dermatology in Chettinad Medical College. Welcome, Nikita. It's time to invite the parents also onto the stage. Ashwin is the elder son of Mr. Iya Vijay Kumar and Shubha K. Nair, residing at LHL family, Kanayanur. Nikita is younger daughter of VL Narayanan and Rekha Narayanan. അശ്വിന് ഒരു യങ്ങർ ബ്രദർ ഉണ്ട്, യശ്വന്ത് വിജയ് എന്നാണ് പേര്. ഹി ഈസ് ഡൂയിങ് ഹിസ് BTech in Biotechnology in Bangalore. നികിതയ്ക്ക് ഒരു ചേച്ചിയാണുള്ളത്, നേഹ, ആൻഡ് ഹർ ഹസ്ബൻഡ് അഭിഷേക്, സെറ്റിൽഡ് ഇൻ ദുബായ്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരുടെയും ഫാമിലി സ്റ്റേജിലുണ്ട്. അശ്വിൻ്റെ അച്ഛൻ ER വിജയകുമാർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെ സംയോജിക്കുന്ന ഈ വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും
എൻ്റെ നമസ്കാരം. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ്റെ ഒരു വിവാഹവേദിയൊക്കെ നമുക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറത്താണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ വിവാഹ സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, റൈറ്റുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ പേരൻസ് തീരുമാനിച്ച് നടത്തിയ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഇത് ഇവർക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. അതൊക്കെ യങ്ങർ ജനറേഷൻ്റെ ഭാഗ്യമാണ്, അവർക്കിടെ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ജോയിനിങ് എക്കാലത്ത് നിലനിൽക്കട്ടെ എന്നും ഞങ്ങളുടെ മക്കളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി നിഖിതയുടെ അച്ഛൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഈ ഫംഗ്ഷന് വന്നതിൽ. എൻ്റെ തൊണ്ട ഇത്തിരി പോയി കിടക്കുക. സോ ഐ ഹാൻഡ് ഓവർ ടു മൈ ഡോട്ടർ നേഹ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. ഓൾസോ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ് അശ്വിനെ നമ്മുടെ ഫാമിലിയിലോട്ട് എന്താ പറയുക വെൽക്കം ചെയ്യുന്നതിന്. ഇപ്പം പറയാനൊന്നുമില്ല. വി റിയലി ലൈക്ക് ഹിം ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ മൈ സിസ്റ്റർ ഓൾസോ. ദാറ്റ്സ് ഓൾ. ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പറയട്ടെ തമ്മിൽ അല്ലാതെന്താ പറയുന്ന അവർ മിണ്ടട്ടെ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഹലോ. ഹലോ 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 ഞങ്ങൾ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എന്താണെന്ന് വെച്ചാൽ അശ്വിൻ ചെറിയ പീസ് കേക്കൊക്കെ എടുത്ത് കഴിക്കുന്നു. സാധാരണ ഒരു കേക്ക് ഫുള്ളായിട്ട് കഴിച്ച് ഒറ്റയ്ക്കിരുന്ന് കഴിച്ച് തീർക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മുഴുവൻ കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ബാക്കിയുള്ളത് ബാക്ക് സ്റ്റേജിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? കുടുംബത്തിന്റെ മാനം കാത്തു. എത്രയും വേഗം റിങ് ഇടണം എന്നാണ് നിഖിത പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ചടങ്ങിലേക്ക് കടക്കുവാണ്. നിഖിത സമ്മതിക്കുന്നില്ല, ഈ കേക്കൊന്നും കഴിച്ചിങ്ങനെ നിൽക്കല്ലേ എന്നാ പറയുന്നത്. നമ്മൾ ചെക്കനെയും പെണ്ണിനെയും ഫോർമലി പരിചയപ്പെട്ടു. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ഓർത്തോപെഡിക് സർജൻ കൺസൾട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർമൽ ഇതൊന്നും അല്ലാതെ ഞങ്ങളുടെ അശ്വിൻ, അതായത് ഞങ്ങളുടെ സ്വാതിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പൊതുവേ ആൾക്ക് നാണോ മാനോ ചമ്മലോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഈ ഇടയായിട്ട് ചിലരെ പരിചയപ്പെട്ടതിൽ പിന്നെ നാണവും നാച്ചുറലായിട്ട് മുഖത്ത് ബ്ലഷും ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് ഒരു ചെറിയൊരു പൂക്കിത്തരവും
ഇപ്പോൾ ഓൾവേസ് പൂക്കിയാണ്, മറ്റേത് ഞങ്ങളെ കൂക്കലായിരുന്നു. പുറകിൽ നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ് കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ശരിക്കുള്ള രൂപങ്ങളും പെരുമാറ്റങ്ങളും ചട്ടങ്ങളും ഒക്കെ അവർക്ക് വൃത്തിക്ക് അറിയാൻ തോന്നുന്നു. നികിതയെ കണ്ടതിൽ പിന്നെയാണ് ആൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ ആരും ശ്രദ്ധിക്കണമെന്നാണ് ആളുടെ വിചാരം. എല്ലാവരും കാണുന്നുണ്ട്. ഹലോ. അത് തന്നെയല്ല, നമ്മൾ ഈ മധുര 17 നിൽക്കുന്ന ചെക്കന്മാരെ കണ്ടിട്ടില്ലേ? കണ്ണാടിയുടെ മുമ്പിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, സൗന്ദര്യ നോട്ടം, മുടി ചീവല്, പൗഡറില്, കൂടുതൽ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതെ, അതാണ് ഈ മുഖത്തെ തിളക്കോ ഈ ചർമ്മത്തിന്റെ സൗന്ദര്യമൊക്കെ അതിൻ്റെയൊക്കെ കാരണമാണ് തൊട്ടടുത്ത് നിൽക്കണം. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പറ്റി നമുക്ക് ഒന്ന് ഇൻഫോർമലി പരിചയപ്പെടാം അല്ലേ? ചെട്ടിനാട് മെഡിക്കൽ കോളേജിൽ സ്കിന്നിന് വേണ്ടി മേടിക്കുന്ന ഇതെല്ലാം പ്രോഡക്ട്സ് എല്ലാം കാണാതെ പോകുന്നു എന്നൊരു പരാതിയുണ്ട്. അതെല്ലാം അശ്വിൻ്റെ വീട്ടിൽ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരസ്യത്തിനുള്ള അഡ്വർടൈസ്മെന്റിനുള്ള എല്ലാ സാധനങ്ങളും ഷെൽഫിലുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഓൺലൈനിലിട്ട് ഇവർക്ക് പല സ്പോൺസർഷിപ്സും കിട്ടും. കല്യാണം വരെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാർ വരും. ചിന്തു, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ നികിതയ്ക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും? ആ ശരിക്കും. അല്ലേ? കണ്ടപ്പറിയില്ലോ. ആ, നികിതയ്ക്ക് ചെറുപ്പത്തിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. നികിതയ്ക്ക് ഓർമ്മയുണ്ടോ അവാർഡ് എന്താന്നുള്ളത്? എന്താണ്? ബെസ്റ്റ് പെർഫോമർ ഇൻ +2 എക്സാമിനേഷൻ. ഓ മൈ ഗോഡ്. അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോൾ തന്നെ വച്ചിട്ടുണ്ട് വീട്ടിൽ. ചക്കിങ്കൽ റെസിഡൻസ് അസോസിയേഷൻ്റെ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് പ്രൊജക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളതിവിടെ പ്രൊജക്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇനി കാര്യങ്ങൾ പിന്നെ സീരിയസ് മോഡിലേക്ക് പോവാണ്. നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 1-2 പേരൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ വീട്ടിലെ മുതിർന്ന കാരണവർ എന്ന് പറയാവുന്ന, ഞങ്ങളെല്ലാവരും വല്യമ്മാവൻ, പാപ്പ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗമാണ്. പാപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ, നാളെ ജനിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ അത് മുതൽ ഏറ്റവും വലിയ ആൾ വരെ പാപ്പ എന്നാണ് വിളിക്കുന്നത്. വല്യമ്മാന് വരാൻ പറ്റിയില്ല, ആരോഗ്യപരമായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ കുറേ ആദ്യത്തെ സംഭവങ്ങൾ വല്യമ്മാനുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതായത് ആദ്യത്തെ സാരിന്നോ ആദ്യത്തെ ഡ്രസ്സെന്നോ ഒക്കെ പറയുന്ന ഇതെല്ലാം വല്യമ്മ മേടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും ഇമോഷണൽ ആവുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ, സാദിയുടെ ആദ്യത്തെ പേ ചെക്കും കിട്ടിയത് വല്യമ്മാൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം വല്യമ്മാന് ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. അതെ, ടാറ്റ ഹോസ്പിറ്റലിലെ സെക്രട്ടറിയാണ് വല്യമ്മാൻ. അപ്പം വല്യമ്മാനെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ വിനീത്, നമ്മുടെ കണ്ണൻ ചേട്ടനൊന്നും എത്താൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും നമ്മുടെ കസിൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ക്ലോസ് ആണ്. എപ്പോഴും ആ ഒരു വൈബും കാര്യങ്ങളും. അപ്പോൾ ഒരാളില്ലെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഷാരുചേട്ടനും. ഷാരുചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൾ ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരുമായിട്ട്. സോ ചേട്ടനില്ലാത്തത് നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഷാരുചേട്ടനെ വിനീത് ചേട്ടനെയാണ് നമ്മളിവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. വിവാഹ നിശ്ചയ പത്രിക വായിക്കാം. കണയന്നൂർ താലൂക്ക് ഇടപ്പള്ളി സൗത്ത് വില്ലേജ് പാലാരിവട്ടം കരയിൽ സെൻറ്റ് മാർട്ടിൻ റോഡ് കൃഷ്ണനിവാസിൽ ശ്രീ VL നാരായണൻ്റെയും ശ്രീമതി രേഖാ നാരായണൻ്റെയും മകൾ ഉത്രട്ടാതി നക്ഷത്രം കുമാരി നിഖിത നാരായണനും കണയന്നൂർ താലൂക്ക് അതേ വില്ലേജ് അതേ ദേശത്ത് എളേച്ചിൽ വീട്ടിൽ ശ്രീ ER വിജയകുമാറിൻ്റെയും ശ്രീമതി ശുഭ K നായരുടെയും മകൻ ശ്രീ അശ്വിൻ വിജയും തമ്മിലുള്ള വിവാഹം. ഇരു കൂട്ടർക്കും സൗകര്യപ്രദമായ വിവാഹ തീയതിയും സ്ഥലവും പിന്നീട് തീരുമാനിക്കാമെന്ന വ്യവസ്ഥയോടെ ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം സെപ്റ്റംബർ 13 തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. വിവാഹ നിശ്ചയ പത്രിക പരസ്പരം കൈമാറിക്കൊണ്ട്
പുതിയ ബന്ധത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചില്ല, ഒരു ബഹളവും ഇല്ല, ഒരു ഒച്ചയില്ല, ഒരു അനക്കയില്ല. കൈയടിക്ക് ശബ്ദം തീരെ പോരാ, കുറച്ചും കൂടി ആയത്തിൽ കൈയടിക്കണം. കണയന്നൂർ 3689 നമ്പർ ശ്രീഭൂതനാഥ വിലാസം NSS കരയോത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ കുന്നപ്പള്ളിയെയും കരയോത്തിൻ്റെ സീനിയർ അംഗവും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ KS പ്രഭാകരൻ നായരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചേച്ചി, ഞാൻ പേര് മാറ്റിയല്ലോ വിളിച്ചത്, നേരത്തെ വിളിച്ചല്ലായിരുന്നോ? അക്ഷരമൊന്നും മാറിപ്പോയില്ലോ. ജാടിയിട്ടിരിക്കുന്ന അഞ്ജു ചേച്ചി, ഇനി വരാനായിട്ട് ആരും ഞങ്ങളുടെ കുടുംബത്തിൽ ബാക്കിയില്ലെന്നാണ് തോന്നുന്നത്. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരും കൂടി വരണം. കൊച്ചേട്ടൻ, നികിത ഏത് കയ്യിലാണ് ഇടണ്ടേന്നൊക്കെ സംശയമുള്ള പോലെയൊക്കെ അഭിനയിക്കുവാണ്. ഒരു 3-4 ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. മോതിരം മാറൽ ചടങ്ങ് അടയ്ക്കാണ്. എല്ലാവരും കൈയടിക്കുക. चाहूं जिसे तू है, मैं मांगू जिसे तू है, जो दिल में रहे तू है। मैं तेरा हो गया, हाय तेरा हो गया, तेरी मीठी मीठी बातों में ऐसा खो गया। तू है मेरा सारा जहां, तू है तो मुश्किल कहाँ, तू है सारी मंजिलें तू है। बस एक ही सितारा
പോകും മേഘം കന കാണുമേ വിഴ കാണുമേ വാനമേ ഇളയ നില ഒഴുകിറതേ இதயம் വരെ എന്തൊരു ചേലാണ് നെഞ്ചില് നീരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവാൻ പകലിലെ വഴികളിൽ വെയിലു പോലയുവാൻ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ ഗമപപ്പ 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 സക്കിരപ്പ ഗമപപ്പ ഗമപപ്പ സപ്പ ഗമപപ്പ പമദത്ത പദപമഗരി മഗരി ഗരിഗ മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലയുവാൻ
ധീമാ ഹൃദയ കൂട്ടേ ഇടിത്തവളെ എൻ പെട്രോർക്ക് ചെല്ല മരുമകളെ பக்கத்துல நாம் அடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 நடுவினிலோ திருவினில் மித வெயிலினில் இத வெளிச்சத்தில் மழை வருமென உன்னை தருமென அண்டத்தின் எண்ணம் என்னென்ன என நீ அமைத்திடும் வீட்டுக்குள்ள பூச்செடிகளின் பூக்களை வெள்ள சுருள் முடியுடன் இரு மகன்களை இறை வழங்கிட இமை நிறந்திட கட கடவென கவிதைகள் என கதை வளர்ந்ததும் அவர் வளர்ந்ததும் மறுமுறை இருமுறை உன் பிறவியை கிடைக்கணும் அவர்களுக்குமே உன் முகம் கொண்ட இரு மகள்களை இறை அருளிட அனைவரும் அழகிய சுய படங்களை எடுக்கவே பக்கத்துல நாம் பாடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 तू आके देख ले ओ मैंने रातें कितनी सारी वे कमले तेरी यादों में गुजारी सोनिए सोनिए वे कमले मेरे नादान दिल तुमसे मिले तो कुछ गुनगुनी सी होने लगी है सर्दियाँ तुमसे मिले तो देखो शहर में खिलने लगी है
ऐसी रात तू क्यों ना मेरी बनी है रानी खुशियां दा मैं सोचया अखां विच क्यों दे दी पानी पहली नजर में कैसे जादू कर दिया तेरा बन बैठा है मेरा जिया जाने क्या होगा क्या पता इस पल को मिलके आज ही ले जरा सखियां ने मैनू मेरे मार दिया कुटियां ने चन्ना गला प्यार दिया शाम नू तू किथे किदे नाल हुंदा देखिया मैं फोटो बेकार दिया डर जिहा लगदा ए दिल टुट ना जाए बेचारा तेरे यार बथेरे ने मेरा तू ही है बस यारा तू मिल गया अब खोना नहीं मैं किसी और का अब होना नहीं मैं तेरी बातों में ऐसा हुआ है जो पहले कभी ना हुआ कहने दो सारी बातें आज तुम दिल में जो मेरे है वो मुझको कहने दो देखो ना ये लंबी लंबी सी हालातें कहती है जरा पास रहने दो आके मरहबा बाते मरहबा वैसा मरतबा दीवाना हुआ मेरा ना रहा जब से दिल मेरा तेरे हुस्न का निशाना हुआ रोशनी है चार सू तो चार सू इश्क है ये इश्क है इश्क है ये इश्क है जो छुपा है हर नजर में हर तरफ जानू बनू इश्क है ये इश्क है इश्क है ये इश्क है छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे तू जो मेरे साथ चले ना मंजिल मेरी सब खो जाए एक पल तू जो नजर ना आए दिल मेरा है घबरा ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയലിക്ക് മുത്താളം മുത്തല്ലേ മുല്ലപ്പൂ തേനല്ലേ ആനത്തിൻ വില്ലല്ലേ ഔളത്തിൻ വാക്കല്ലേ ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നിള നീർ സ്വന്തമാക്കും മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും മിന്നൽ മേടിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും അയ്യായേ
ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி മഷിയാൽ കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായാ ചിന്തൂരം മൈന ചാത്തിയോ കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായാ ചിന്തൂരം മൈന ചാത്തിയോ ഉഴയ്ക്കു കൊഞ്ചാൻ മഴത്തുള്ളിക്കൊരു പൂപ്പാട്ടുണ്ടേ എല്ലാം ഒളിച്ചു വയ്ക്കണ മനസ്സിനുള്ളിലെ തേൻ തെല്ലുണ്ടേ ഉഴയ്ക്കു കൊഞ്ചാൻ മഴത്തുള്ളിക്കൊരു പൂപ്പാട്ടുണ്ടേ എല്ലാം ഒളിച്ചു വെക്കണ മനസ്സിനുള്ളിലെ തേൻ തെല്ലുണ്ടേ ഉറങ്ങുമ്പോൾ കുറുകാനായി കനവിൻ കുയിലുണർന്നേ ഉണരുമ്പോൾ മിഴിവാതിൽ തുറക്കാൻ കിളി പറന്നേ നിലാവു പോൽ തെളിഞ്ഞൊരാൾ വരുന്നടി വിരുന്നിനായി തണുപണിക്കുഴ കടപുടുത്തൊരു കനവ് മുന്നിലെ കസവണിയുകളീ കാണാ പൊന്നിൻ പൊന്നേ മഞ്ഞിൻ മണിയേ കാക്കൊത്തിക്കാവിലെ കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞന്തിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം കാണാ കിന്നാരം എടാ മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും അമ്പാൻ തുറസി നാടി ചീമേലെ കാണാ പോലെ മായാത്ത വസന്ത